ഈ വർഷത്തെ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന്. ഇന്ത്യൻ സിനിമയിലെ പരമോന്നത പുരസ്കാരമാണിത്. 23-ന് പുരസ്കാരം നൽകും. ഹരികൃഷ്ണൻ വിവരങ്ങളുമായി. ഹരി, കേരളത്തെ സംബന്ധിച്ച്, മലയാളത്തെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ വാർത്ത. മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ, മലയാളത്തിന്റെ അഭിമാനം മോഹൻലാൽ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ഉന്നതമായ പുരസ്കാരം നേടിയിരിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും ശ്രീജ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ നൽകിയ ഏറ്റവും വലിയ പുരസ്കാരം ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം കേരളത്തിന്റെ മണ്ണിലേക്ക്, ലാലേട്ടന്റെ കൈകളിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് തന്നെ മലയാളികൾക്ക് ഏറ്റവും വലിയ അഭിമാനകരമായ കാര്യം കൂടി തന്നെയാണ്. കാരണം ഇന്ന് പുരസ്കാരം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും പല പേരുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നതാണ്. ഈ പുരസ്കാരം, ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം എത്തിച്ചേരുന്ന നടൻ ആരായിരിക്കും എന്നതിനെ സംബന്ധിച്ച് പല പേരുകൾ ഉയർന്നു കേട്ടിരുന്നെങ്കിലും ഇപ്പോൾ ലാലേട്ടന്റെ കൈകളിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും ശ്രീ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അഭിമാനമായിട്ട് തന്നെ മാറുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും 23-ാം തീയതിയാണ് ഈ ദേശീയ ചലച്ചിത്ര പുരസ്കാരം, 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നൽകുന്ന സമയത്ത് ദാദാ സാഹേബ് അവാർഡും ലാലേട്ടന്റെ കൈകളിലേക്ക് എത്താൻ പോകുന്നത്. അതും പ്രധാനമായിട്ടും പറയേണ്ട കാര്യം, ഇപ്പോൾ ലാലേട്ടന്റെ ഇത്രയും വർഷം, 47 വർഷമായിട്ട് മലയാള സിനിമാ മേഖലയിൽ മാത്രമല്ല തമിഴ്, തെലുങ്ക്, അങ്ങനെ ഇന്ത്യൻ സിനിമയിൽ തന്നെ പ്രധാനപ്പെട്ട എല്ലാ ഭാഷകളിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ലാലേട്ടനാണ്. ശരി, നമ്മളിപ്പോൾ ലാലേട്ടനെ പറ്റി പറയാൻ തുടങ്ങിയാൽ എങ്ങ് പറയേണ്ടി വരും. പക്ഷേ നമ്മളിപ്പം ഈ ഒരു പുരസ്കാരം, പ്രത്യേകിച്ച് ഏറ്റവും വലിയ പുരസ്കാരം, ഇന്ത്യയിൽ തന്നെ സിനിമാ മേഖലയിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ പുരസ്കാരത്തിന് ഇപ്പോൾ ലാലേട്ടന് അർഹനാകുമ്പോൾ തന്നെ സ്വാഭാവികമായി എല്ലാ മലയാളികൾക്കും ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു അഭിമാന നിമിഷം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. പക്ഷേ ഈ പുരസ്കാരത്തിന് വേണ്ടി പല താരങ്ങളും ഉൾപ്പെടെയുള്ളവർ ഈ റേസിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വേണം തന്നെ പറയാൻ. കാരണം പല പേരുകളിലേക്ക് ഇത് പോകുമെന്നുള്ളത് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഒടുവിലാണ് ഇപ്പോൾ ലാലേട്ടന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നതായിട്ട് കൂടി മനസ്സിലാവുന്നത്. മോഹൻലാലിന് പ്രത്യേകിച്ച് 47 വർഷമായിട്ട് ഇന്ത്യൻ സിനിമാ മേഖലയിൽ നൽകുന്ന അവിസ്മരണീയമായ നേട്ടങ്ങൾ അത് തന്നെ എടുത്ത് പറയേണ്ടി വരും. ദേശീയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ, കേരള സംസ്ഥാന പുരസ്കാരങ്ങൾ നൽകിയത് ഉൾപ്പെടെ അദ്ദേഹം ചെയ്ത വേഷങ്ങൾ, കഥാപാത്രങ്ങൾ, അദ്ദേഹം ഒരു നിർമ്മാതാവാകുന്നു, സംവിധായകനാകുന്നു, ലെജൻഡറി ആക്ടർ എന്ന രീതിയിൽ തന്നെ ഇപ്പോൾ മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് നൽകുന്ന പോസ്റ്റ് തന്നെ ലെജൻഡറി ആക്ടർ, ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ എന്നാണ്. ഇപ്പോൾ ലാലേട്ടൻ സംവിധാനം ചെയ്ത ആകെ ഒരു സിനിമയാണ്, അത് കഴിഞ്ഞ വർഷം ആണ് റിലീസ് ചെയ്തത്. നിർമ്മാതാവായി 2000 മുതൽ ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ മോഹൻലാൽ നടനായ 1979 മുതൽ തിരനോട്ടം തൊട്ട് ആരംഭിച്ച ആ സിനിമ ചരിത്രം 2025 ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിൽക്കുന്ന വൃഷഭ കഴിഞ്ഞ ദിവസത്തിന്റെ ടീസർ പോലും പുറത്തു വന്നതും ആരാധകർ ഞെട്ടിപ്പിക്കുന്ന രീതിയിലായിരുന്നു. അങ്ങനെ ഓരോ വർഷവും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ലാലേട്ടൻ ഈ വർഷം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ കമേഴ്ഷ്യൽ സിനിമാ മേഖലയിൽ തന്നെ മോഹൻലാൽ ബോക്സ് ഓഫീസിൽ നൽകിയ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയ ശ്രീജ. 500 കോടിയിൽ പരം രൂപ മാത്രമാണ് ആ ഒറ്റ നടന്റെ സിനിമ ഈ ഒരു മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് 2025 മാത്രം ലഭിച്ചത്.